പണ്ട് ഞാൻ ഓരോ ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട് ചോദിക്കും, ഇങ്ങനെ നമ്മളിങ്ങനെ പൊളിഞ്ഞിരിക്കുകയായിരിക്കും, ഫുള്ള് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു രക്ഷയുണ്ടാവില്ല. അപ്പം നമ്മൾ ഇവരെന്തെങ്കിലും അത്ഭുതങ്ങൾ ചെയ്ത് അല്ല ഇവരെന്തെങ്കിലും ഒരു വിദ്യയൊക്കെ പറഞ്ഞു തന്ന് നമ്മളെ ജീവിതം ചേഞ്ച് ആവുന്നുള്ള ലൈനിലാണ് ഇവരുടെ അടുത്ത് പോവുക. അപ്പം പറയും, നിന്റെ ഉള്ളിലുള്ള എല്ലാ സംശയങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്, അത് നിനക്ക് കിട്ടുമെന്ന് പറയും. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, ദൈവമേ എപ്പോൾ കിട്ടാനാ ഇതൊക്കെ, കിട്ടിയിട്ട് എപ്പോൾ ജീവിതം ചേഞ്ച് ആവാനാ, അങ്ങനെ ചിന്തിക്കും. പിന്നെ പറയാം, നീ പ്രാണായാമം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. പ്രാണായാമം കുത്തിയിരുന്ന് ഈ ബ്രീത്ത് ഔട്ട് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് പറ്റുന്ന കാര്യമേ അല്ലല്ലോ. എന്ത് ദൈവമേ, ഒരു ഉത്തരമല്ലല്ലോ. നമ്മൾ പിന്നെ അടുത്ത ആളെടുത്തെത്തും, അടുത്ത ഗുരുവിൻ്റെ അടുത്തെത്തും, എന്നിട്ട് അവരുടെ അടുത്തും ചോദിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന ഉത്തരം ഇത് തന്നെയായിരിക്കും. ഇന്നാണ് അതിൻ്റെ റിയാലിറ്റി പലതും മനസ്സിലാവുന്നത്. അവനവൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമൊക്കെ നമ്മളെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ പ്രാണായാമം ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് എന്താ, ഇതെല്ലാം മനസ്സിലാവുന്നത് ഇന്നാണ്. അപ്പം നമ്മളിപ്പം ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടി സഫറിങ്ങിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു കാരണം കൊണ്ടും പേടിക്കണ്ട. കുറേ കാലം കഴിഞ്ഞ് നമ്മൾ കടന്നുപോയ സിറ്റുവേഷൻസ് ഒക്കെ ഓർത്തിട്ട് ദൈവമേ ഞാൻ ഇതിലൊക്കെ കടന്നു പോയല്ലോ, നമുക്കതൊരു എന്താ പറയുക, ഒരു സിമ്പിളായിട്ട് നമുക്ക് തോന്നുന്ന ലൈഫിലേക്ക് മാറും ലൈഫൊക്കെ. ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറയില്ലേ, ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഭഗവത്ഗീതകളായിരുന്നു കേട്ടോ, അർജുനനായിരുന്നു. ഫുൾ ടൈം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എപ്പോഴും പോയിട്ട് കൃഷ്ണൻ എന്താ പറയുന്നത് ഗൈഡൻസ്, ആ ഗൈഡൻസിലാണ് പോയിരുന്നത്. എപ്പോഴും അർജുനനായിരിക്കും, അതിലായിരുന്നു ഫുള്ള് ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്നത്. പിന്നെ ഞാനിങ്ങനെ നമ്മളെ സാറ് പറഞ്ഞു തന്നിട്ട് മിലരേബ വായിക്കും. മിലരേബ വായിച്ചു. അന്നൊക്കെ നമ്മൾ മിലരേബ വായിക്കുമ്പോൾ ഇതാണ് റിയാലിറ്റി മനസ്സിലായി. പിന്നെ ആൽക്കമിസ്റ്റ് വായിച്ചിറങ്ങിയപ്പോൾ സമയത്ത് ഇങ്ങനെ അത് വായിച്ചിറങ്ങുമ്പോൾ നമ്മളെ ഉള്ളിൽ നിന്ന് കുറേ നോളേജ് നമുക്ക് കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ നമുക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. കുറേ കാര്യങ്ങൾ നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് നമ്മളിങ്ങനെ നമ്മൾ വില്ലിങ് ആയിട്ട് റെഡി ആയിട്ട് അതിലേക്ക് ഇറങ്ങുമ്പം നമുക്ക് അതിനുള്ള വായോ അതിനുള്ള വഴികൾ ഇങ്ങനെ തെളിയും. നമ്മളൊന്ന് വില്ലിങ് ആയാൽ മാത്രം മതി. സ്പിരിച്വൽ നോളേജൊക്കെ നേടാൻ വേണ്ടി റെഡിയായി ഇറങ്ങുമ്പോൾ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. അല്ലേ രക്ഷ?